നമസ്കാരം. മൈ എയിം അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്നതാണ് ഇന്നത്തെ വിഷയം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സാമ്പത്തിക വളർച്ചാ നിരക്ക് അഥവാ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്നാൽ എന്താണ്? മുൻ വർഷത്തെ അപേക്ഷിച്ച് നടപ്പ് വർഷം ദേശീയ വരുമാനത്തിൽ ഉണ്ടായ വർധനവിന്റെ നിരക്കിനെയാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കാര്യം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സാമ്പത്തിക വർഷം എന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഉദാഹരണത്തിന് 2021 ഏപ്രിൽ 1 മുതൽ 2022 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ ഒരു ദേശീയ വരുമാനം ഉണ്ടെന്ന് കരുതുക. അടുത്ത സാമ്പത്തിക വർഷം എന്ന് മുതലാണ്? 2022 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെ. ആ വർഷത്തിലെയും നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 വർഷങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാമത്തെ വർഷത്തിന്റെ ദേശീയ വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ, അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടാമത്തെ വർഷത്തിൽ ദേശീയ വരുമാനത്തിൽ ഉണ്ടായ വർധനവിന്റെ നിരക്കിനെയാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. സാമ്പത്തിക വികസനം അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് അപ്പോൾ എന്തായിരിക്കാം? സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ജീവിത ഗുണനിലവാരം മെച്ചപ്പെടണമെങ്കിൽ ഉയർന്ന ദേശീയ വരുമാനത്തോടൊപ്പം മറ്റനവധി ജീവിത സാഹചര്യങ്ങൾ കൂടി ലഭ്യമാകണം. അത്തരം സാഹചര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതായത് സാമ്പത്തിക വളർച്ച ഉണ്ടായതുകൊണ്ട് മാത്രം സാമ്പത്തിക വികസനം നേടാൻ കഴിയില്ല. മറ്റ് ആവശ്യങ്ങൾ കൂടി ജനങ്ങളുടെ തൃപ്തികരമാണെങ്കിൽ മാത്രമേ, മറ്റ് ജീവിത സാഹചര്യങ്ങൾ കൂടി ലഭ്യമായാൽ മാത്രമേ സാമ്പത്തിക വികസനം നേടാൻ കഴിയുള്ളൂ. അവ ഏതൊക്കെയാണ്? എല്ലാവർക്കും പോഷകാഹാരം ലഭിക്കണം, എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാവണം, എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവണം, എല്ലാവർക്കും ശുദ്ധജല ലഭ്യത ഉണ്ടാവണം. അപ്പോൾ സാമ്പത്തിക വികസനം എന്നുള്ളതിനെ ചുരുക്കി എങ്ങനെ പറയാം? സാമ്പത്തിക വളർച്ചയും ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ചയും കൂടുമ്പോഴാണ് സാമ്പത്തിക വികസനം ഉണ്ടാവുന്നതെന്ന് പറയാൻ കഴിയും. വികസന സൂചികകൾ അഥവാ ഡെവലപ്മെന്റ് ഇൻഡിസസ് എന്തൊക്കെയാണ്? വികസന സൂചികൾ 4 വിധമാണ്. പ്രതിശീർഷക വരുമാനം, ബൗദ്ധിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. അപ്പോ ഈ ഫ്ലോ ചാർട്ടിൽ കാണുന്ന ഇനി ഓരോ പോയിന്റും പ്രതിശീർഷക വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രതിശീർഷക വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്നാൽ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വികസന സൂചികയാണ് പ്രതിശീർഷ വരുമാനം. ഇതൊരു പരമ്പരാഗത സൂചികയാണ്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഒരു സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടി എന്ന് കണ്ടെത്തുന്നതിന് 2 കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടത്. എന്തൊക്കെയാണ്? ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്കും ജനസംഖ്യ വളർച്ചാ നിരക്കും. ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് വികസനത്തിന്റെ ഒരു സൂചികയാണ്. ഒരു വികസന സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിന് നിരവധി പോരായ്മകളുണ്ട് അഥവാ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? പ്രതിശീർഷ വരുമാനം ഒരു ശരാശരി വരുമാനമാണ്. ഉദാഹരണത്തിന് ഒരു രാജ്യത്തിന്റെ ആളോഹരി വരുമാനം 40,000 രൂപയാണെന്ന് കരുതിയാൽ ഇതിനർത്ഥം ആ രാജ്യത്തെ എല്ലാ വ്യക്തിക്കും ഇത്രയും വരുമാനം ലഭിക്കുന്നു എന്നല്ല. കോടികൾ വരുമാനമുള്ളവരും വരുമാനം തീരെ കുറഞ്ഞവരും ഈ കണക്കിൽ ഉൾപ്പെടും. അതിനാൽ ഇതൊരു സംഖ്യാപരമായ കണക്കുകൂട്ടൽ മാത്രമാണ്. പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ ദാരിദ്ര്യർ സമ്പന്നർ വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായ വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവ പ്രതിശീർഷ വരുമാനം എന്ന വികസന സൂചികയുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല.
സമ്പത്തിന്റെ വളർച്ചയ്ക്കപ്പുറം അതിന്റെ തുല്യമായ വിതരണവും അതുവഴി ഉണ്ടാകുന്ന സാമൂഹിക ക്ഷേമവും ഈ വികസന സൂചിക പരിഗണിക്കുന്നതില്ല എന്നാണ് മറ്റൊരു പോരായ്മ. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക അഥവാ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്താണ്? ഒരു വികസന സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തേക്കാൾ കുറച്ചുകൂടി ശാസ്ത്രീയമായ ഒരു സൂചികയുടെ അനിവാര്യത വേണ്ടി വന്നു. തൽഫലമായി 1979 ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്നു. പ്രതിശീർഷ വരുമാനം എന്ന ഒറ്റ മാനദണ്ഡത്തിന് പകരം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മറ്റ് 3 ഘടകങ്ങളെ അടിസ്ഥാനമായി പരിഗണിച്ചു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്ന പ്രതീക്ഷിത ആയുർദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി വരുന്നുണ്ട്. ശിശു മരണ നിരക്ക് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് വരുന്നുണ്ട്. അടിസ്ഥാന സാക്ഷരത ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വരുന്നുണ്ട്. മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മാനവ വിഭവ ശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവ വികസനം. മാനവ വികസനം സാധ്യമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരു മാനവ വികസന സൂചികയായി കണക്കാക്കാം. മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം, കൂടുതൽ HDI വാല്യൂ അല്ലെങ്കിൽ HDI മൂല്യം മാനവ വികസന സൂചികയുടെ മൂല്യം 0-നും 1-നും ഇടയിലാണ്. 0 എന്ന് പറയുന്നത് ഒട്ടും വികസനമില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അതുപോലെ 1 ഏറ്റവും ഉയർന്ന വികസനത്തെ ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ എങ്ങനെ 4 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ എങ്ങനെയൊക്കെയാണ്? 0.8 മുതൽ 1 വരെയാണെങ്കിൽ വളരെ ഉയർന്ന മാനവ വികസനമാണ് ഉണ്ടാവുന്നത്. 0.7 മുതൽ 0.799 വരെയാണെങ്കിൽ ഉയർന്ന മാനവ വികസനമാണ്. 0.550 മുതൽ 0.699 വരെയാണെങ്കിൽ ഇടത്തരം മാനവ വികസനമാണ്. 0.550 താഴെയാണെങ്കിൽ താഴ്ന്ന മാനവ വികസനമാണ്. ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ്, അതായത് UNDP ആണ് ഇങ്ങനെ ലോകരാഷ്ട്രങ്ങളെ തരംതിരിച്ച് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ, അതായത് 2023 കണക്കുകൾ എടുക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് ആണ് 1-ാം സ്ഥാനത്ത്. HDI വാല്യൂ ഏറ്റവും കൂടുതലുള്ളത്. അതായത് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. അവരുടെ റാങ്ക് എന്ന് വെച്ചാൽ 0.962 ആയിരുന്നു. ഇനി ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 132 ആണ്. 191 രാജ്യങ്ങളാണ് ഈ ഒരു മാർക്കിങ്ങിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 132. സ്വിറ്റ്സർലൻഡിനാണ് 1-ാം സ്ഥാനം. തുടർന്ന് നോർവേയും ഐസ്ലൻഡും ആണ് 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. മാനവ സന്തോഷ സൂചിക അഥവാ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒരു പുതിയ വികസന സൂചികയാണ്. ഒരു പുതിയ തരം വികസന സൂചികയാണ്. ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകിയ ദ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് പബ്ലിഷ് ചെയ്യുന്ന ഈ ഒരു സൂചിക വികസിപ്പിച്ചത് ഭൂട്ടാൻ ആണ്. പിന്നീട് ഐക്യരാഷ്ട്ര സംഘടന ഇതിന് അംഗീകാരം നൽകുകയാണ് ഉണ്ടായത്. 9 സൂചകങ്ങളാണ് ആനന്ദ സൂചിക കണ്ടുപിടിക്കുന്നതിന് പരിഗണിക്കുന്നത്. അവ ഓരോന്നും എന്താണെന്ന് നോക്കുമ്പോൾ ആദ്യം വരുന്നത് ആരോഗ്യമാണ്. പിന്നെ വരുന്നത് ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, അതുപോലെ സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, മാനസികാരോഗ്യം. അങ്ങനെ 9 സൂചികകളാണ് ഈ ഒരു ആനന്ദ സൂചിക കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. 2023 മാനവ സന്തോഷ സൂചിക അനുസരിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. 1-ാം സ്ഥാനം ഫിൻലാൻഡിനും തുടർന്ന് ഡെൻമാർക്ക്, ഐസ്ലാൻഡ് എന്ന രാജ്യങ്ങൾ 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. വികസനം നേടുന്നതിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം.
അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ദാരിദ്ര്യമാണ്. പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി രംഗരാജൻ പാനൽ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2011-2012 വർഷത്തിൽ 29.5% ആളുകൾ ദരിദ്രരാണെന്നാണ് കണക്ക്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി കാണുന്ന ഈ ഒരു പ്രവണത നമുക്ക് സാമ്പത്തിക വളർച്ച 8 മുതൽ 9% വരെ ഉണ്ടെങ്കിലും തൊഴിലിന്റെ വളർച്ചാ നിരക്ക് 1% അതിൽ താഴെയോ എന്നതാണ്. നമ്മുടെ വികസനം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അസമത്വം. അസമത്വം 3 തരത്തിലാണ് ഉള്ളത്. ഒന്ന് സമ്പത്തിലുള്ള അസമത്വം, വരുമാനത്തിലുള്ള അസമത്വമാണ് രണ്ടാമത്തേത്, മൂന്നാമത്തെ ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം. ഇതെല്ലാം ഇന്ത്യ വികസനം നേരിടുന്നതിനെ വെല്ലുവിളിക്കുന്ന ഘടകങ്ങളാണ്. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും തമ്മിലുള്ള ഒരു താരതമ്യപ്പെടുത്തലാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. സാമ്പത്തിക വളർച്ച എന്താണ്? ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ സാമ്പത്തിക വികസനം ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയാണ് സാമ്പത്തിക വികസനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അളവുകോലായി കണക്കാക്കുന്നത്. സാമ്പത്തിക വികസനത്തിൽ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക എന്നിവയെ അളവുകോലാക്കുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയാണെങ്കിൽ സാമ്പത്തിക വളർച്ച സംഖ്യാപരമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സാമ്പത്തിക വികസനം ഗുണപരമായ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ സംഖ്യ കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. സാമ്പത്തിക വളർച്ച സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുമ്പോൾ സാമ്പത്തിക വികസനം സാമ്പത്തികവും സാമൂഹികപരവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. സാമ്പത്തിക വളർച്ച ഒരു ഹ്രസ്വ കാലയളവിലാണ് സംഭവിക്കുന്നത്. അതായത് പക്ഷെ സാമ്പത്തിക വികസനം ഒരു ദീർഘകാലത്തിലേക്ക് കൊണ്ട് സംഭവിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കാൻ കഴിയുന്ന പോലെ സാമ്പത്തിക വികസനം നേടിയെടുക്കാൻ കഴിയുന്നില്ല. സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത്. എന്താണ് സുസ്ഥിര വികസനം? നമുക്ക് വേണ്ടത് മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത ഒരു വികസന സമീപനമാണ്, അഥവാ സുസ്ഥിര വികസനമാണ്. അതായത് നമ്മൾ നമ്മളുടെ സാമ്പത്തിക വളർച്ച നേടാൻ വേണ്ടി ഒരുപാട് പരിസ്ഥിതി ദോഷകരമായ കാര്യങ്ങൾ ചെയ്തിരുന്നു. പരിസ്ഥിതി മലിനീകരണവും അതിലൂടെ കൂടി. അപ്പോ അതിനെല്ലാം പരിഹാരമായിട്ട് പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു വിധത്തിലുള്ള ഒരു വികസനമാണ് ഇനി നമ്മൾ ലക്ഷ്യമിടുന്നത്, ഇപ്പോൾ നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത ഈ ഒരു വികസന രീതിയെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എങ്ങനെയാണ് സുസ്ഥിര വികസനത്തെ നിർവചിച്ചിരിക്കുന്നത്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ഇങ്ങനെയാണ് സുസ്ഥിര വികസനത്തെ നിർവചിച്ചിരിക്കുന്നത്. ഇതിന് എന്തൊക്കെ ലക്ഷ്യങ്ങളാണുള്ളത്? പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുണ്ട്, അതുപോലെ സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്, സാമൂഹിക ലക്ഷ്യങ്ങളും ഉണ്ട്. ഈ 3 ലക്ഷ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് സുസ്ഥിര വികസനം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമന്റ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.